ചാർലിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണ ദിവസം തുടങ്ങിയാണ്. മരണം ഇത്ര ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനൊരു ഉത്സവമാക്കി കൊണ്ടാടുന്നത് ഞങ്ങളുടെ കണ്ടുകൊണ്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ചരിത്രത്തിൽ അനേകരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ഉണർവുണ്ടായി, ഇവിടെ ഉണർവുണ്ടായി, അവർ രക്തസാക്ഷിയായി, ഇവർ രക്തസാക്ഷി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കത്തക്ക വേണം ഇങ്ങനെ ഒരു വിഷയം കാണുന്നത് ഞങ്ങളുടെ കണ്ടുകൊണ്ട് ആദ്യമായിട്ടാണ്. അതിനെ ഞങ്ങളെ അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മെമ്മോറിയൽ ഡേ ആക്കി ആഘോഷിക്കാൻ വന്നവരും അതിനെ ഒരു വർഷിപ്പ് സർവീസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അവിടെ വന്നവരിൽ ഉൾപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് തുടങ്ങി എലോൺ മസ്ക് വരെ, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, ചർച്ച് പാസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരുടെയും ഒരു സംഗമം. എന്നാൽ അവിടെ ഉയർന്നു കേട്ടത് ഒരേ ഒരു നാമം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞത് ആദ്യത്തെ 7 മണിക്കൂർ അത് വർഷിപ്പ് സർവീസ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 5 മണിക്കൂർ ടെസ്റ്റ് മണീസും പിന്നെ അനേകരുടെ സ്പീച്ചും ഒക്കെ ആയിട്ട് ആ ഒരു ഫുൾ ഡേ അവർ കഴിച്ചു കൂട്ടുമ്പോൾ ആർക്കും മടുപ്പ് തോന്നിയില്ല. എല്ലാവരും യേശുവിൻ്റെ നാമം ഉയർത്തി, കൈകൾ ഉയർത്തി. അവർ ഒരുപക്ഷെ അത് ചാർലിയോടുള്ള ബഹുമാന നിമിത്തമാകാം, അല്ലെങ്കിൽ സാക്ഷാൽ യേശുവിനെ ഉള്ളിൽ കൈക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവിനെ തിരിച്ചു പ്രാപിച്ച സന്തോഷം കൊണ്ടാകാം, എങ്ങനെയും ആകട്ടെ അവിടെ ഉയർത്തപ്പെട്ടത്, ഉയർന്നു കേട്ടത് മൊത്തം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം ആയിരുന്നു എന്നുള്ളതൊക്കെ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് തികച്ചും ഒരു വ്യത്യസ്തമായ സംഭവം തന്നെയാണ്. ഉണർവ് എന്നതിൻ്റെ ഒരു നിർവചനം പലരിലും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളും ഉണർവെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ഉറവ് പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ മനസ്സിലാക്കിയതും ഇങ്ങനെയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ ക്രിസ്ത്യാനിയെ ജനിച്ചു, ജീവിക്കുന്നു, ഒക്കെ ചെയ്യുന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതം. എന്നാൽ ആ നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി യേശുവാണ് ഏക രക്ഷകനെന്നും യേശുവാണ് മാത്രമാണ് ദൈവമെന്നൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടൊരു മടങ്ങി വരവ്. അനേക ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. അവർ ദൈവവചനം കൈകൊണ്ട് എടുക്കാറില്ലായിരുന്നു. എന്നാൽ ദൈവവചനത്തെ അവർ തപ്പി അത് തിരിച്ചെടുത്തു. പിന്നെ ചർച്ചിൽ പോകാത്തവരെ ചർച്ചിൽ പോകുവാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന ചെറുപ്പക്കാർ. ആരംഭിച്ച ഉണർവ് അതിൽ തന്നെ തുടരുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് നിലനിർത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഉണർവ് ആരംഭിക്കുന്നതല്ല പ്രശ്നം, എന്നാൽ അതിനെ തുടർന്ന് കൊണ്ടുപോവുക, അതിനെ അന്ത്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതിന് ചാർലിയെ പോലെ സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, മറുഭാഗത്ത് നോക്കുമ്പോൾ ചാർലിക്ക് ശേഷം ആ ഭാര്യ അതേ ഉദ്ദേശത്തോടു കൂടി, അതേ സമർപ്പണത്തോടു കൂടി ആ ലക്ഷ്യം മനസ്സിലാക്കി അവർ അത് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഉണർവ്, ഈ യുവജനത്തിന്റെ മടങ്ങി വരുമോ, ഇതൊന്നുമല്ല. എന്നെ ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്, ഇതിനെ ഞങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു. കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് ആരംഭിച്ച കേരളത്തിലെ സുവിശേഷം, അവിടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവവചനത്തിന്റെ സത്യം, അതിന്റെ ആഴങ്ങൾ, അതിന്റെ വെളിപ്പാടുകൾ, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെ പോയാലും ഇത്ര ആഴങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആത്മാവിൽ നന്നായിട്ട് അന്യഭാഷ പറഞ്ഞ് മുട്ടയിലിരുന്ന് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണ് കേരളത്തിലെ പെന്തക്കോസ്ത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ബാക്കി എവിടെ ചെന്നാലും ശരി, ആത്മാവുള്ള ഈ ഒരു ആരാധന, അല്ലെങ്കിൽ ആ ഒരു ദൈവശക്തിയുടെ വ്യാപാരം എനിക്ക് മറ്റുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ആരാധിക്കുന്ന, ആത്മാവിൽ നന്നായിട്ട് ശബ്ദമുയർത്തി മുട്ടുമടക്കി നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞാലും ശരി, അവരെത്രയോ വലിയ ആഴങ്ങൾ, എത്രയോ വലിയ സത്യങ്ങൾ, ഇന്ന് സ്വർഗ്ഗരാജ്യത്തിന്റെ സകല മർമ്മങ്ങളും രഹസ്യങ്ങളും ഒക്കെ വിളിച്ചു പറയുന്ന അനേകം വെളിപ്പാടുള്ള അനേകം പാസ്റ്റർമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെ സത്യങ്ങൾ വിളിച്ചു പറയപ്പെട്ടിട്ടും എന്തുകൊണ്ട് കേരളത്തിലൊരു ഉണർവ് ഇതുപോലെ, അല്ലെങ്കിൽ യുവജനത്തിന്റെ ഒരു മടങ്ങി വരവ്, എന്തിനാ മൊത്തം പെന്തക്കോസ്ത് സഭകളുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഒരു മടങ്ങി വരവ് നമുക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഞങ്ങളെ ശരിക്കും അത് ചിന്തിപ്പിച്ചു. അനേകം ചാനലുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, എല്ലാവരും ചാർലിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത രീതി, അദ്ദേഹം യുവജനത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചതും അദ്ദേഹം ജനത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന ഇമ്പാക്റ്റും പിന്നെ ആഫ്റ്റർ ഡെത്ത് സംഭവിച്ച ഓരോ കാര്യങ്ങളും, ആ ഉണർവിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. എങ്കിലും എന്തുകൊണ്ട് ഇത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ചാർലി കിർക്കും കേരളത്തിലെ പെന്തക്കോസ്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ആരെയും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ആ ഒരു വ്യത്യാസം ഞാൻ പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചാർലിയെക്കാളും അധികം, അല്ലെങ്കിൽ വിദേശത്തുള്ള വ്യക്തികളെക്കാളും അധികം വചനത്തിന്റെ ആഴങ്ങളും സത്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതും വിളിച്ചു പറയുന്നതും കേരളക്കാരായ നമ്മൾ തന്നെയാണ്. പക്ഷെങ്കിൽ യുവജനത്തെ നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള യുവജനങ്ങൾ പെന്തക്കോസ്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ വരുവാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം യുവജനങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റർമാരെ കണ്ടാൽ ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അനേകം പാസ്റ്റർമാരെ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞു. അവരൊക്കെ പറയുന്ന അവരുടെ ഒക്കെ മക്കളെ ജോലിക്ക് വേണ്ടി വിടുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം അവർ സുവിശേഷ
സുവിശേഷ വേല ചെയ്യുന്നെങ്കിൽ ചെയ്തു കൊള്ളട്ടെ. പക്ഷെങ്കിൽ മിക്കവാറും പേര് സുവിശേഷ വേലയ്ക്ക് വരുവാൻ താല്പര്യമില്ലാത്തവരാണ്. അവരൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചിലർ അവർ സുവിശേഷ വേലയ്ക്ക് വരുന്നു എങ്കിൽ തന്നെയും പിതാവിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ ജോലിയോടുകൂടെ തന്നെയാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാലും അത് നിമിത്തമുള്ള ഒരു ത്രെട്ട് അവർക്ക് ഇനി ഏറ്റെടുക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ ചാർലിയെ സംബന്ധിച്ചിടത്തോളം ചാർലി എന്ന് പറയുന്ന വ്യക്തി 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്നത്. അതിനുവേണ്ടി അന്നേ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ആ ചെറു ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം നന്നായി മനസ്സിലാക്കി അതിനുവേണ്ടി ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. തന്റെ പഠിത്തം പോലും പൂർത്തിയാക്കാതെ കൊണ്ട് ദൈവിക ഉദ്ദേശങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പയ്യൻ. അന്ന് മുതൽ ദൈവവചനം പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ ചോദിച്ചേക്കാം, ഇതൊക്കെ തന്നെയല്ലേ കേരളത്തിലെ പെന്തക്കോസ്തും ചെയ്യുന്നത് എന്ന് ചോദിച്ചേക്കാം. ആണ്, നമ്മളിത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്നില്ല, മറിച്ച് ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്നു? അല്ല, ക്രിസ്തുവിനോട് അകന്നു പോകാതെ ചിലപ്പോൾ അവർ ജീവിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പെന്തക്കോസ്തിനെ അവർ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ചാർലി കിർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ചാർലി കിർക്ക് ജീവിക്കുന്നത് പറയുന്നത് ആ ഒരു ദേശം എന്ന് പറയുന്നത് ഏത് പാപവും ചെയ്യാൻ നല്ല സ്വാതന്ത്ര്യം ഉള്ള ഒരു ദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് പാപം ഏത് സമയത്തും ചെയ്യാൻ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കളെ വിട്ട് അകന്ന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഏത് പാപം ചെയ്താലും ആരും ചോദ്യം ചെയ്യപ്പെടാത്ത, പബ്ലിക്കിൽ നിന്നുകൊണ്ട് പാപം ചെയ്യാൻ അനുവദിക്കപ്പെടുന്ന ഒരു ദേശം, തോക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ള ഒരു ദേശം. അങ്ങനെ നമ്മുടേതായ എന്താ പറഞ്ഞ പാരമ്പര്യം ഇല്ലാതെ കൊണ്ട് ഒരു ന്യൂ ജനറേഷൻ എങ്ങനെ ജീവിക്കണം, അതിന്റെ മൊത്തം സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശത്ത് നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുവാൻ കഴിയത്തില്ല. പാരമ്പര്യം നന്നായി സൂക്ഷിക്കുന്ന, അത് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിലും നമ്മുടെ ഭവനത്തിൽ അതില്ലെങ്കിലും നമ്മുടെ സഭയിൽ അതില്ലെങ്കിലും പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പാരമ്പര്യം നന്നായി സൂക്ഷിക്കുന്ന ഒരു ദേശമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. എന്നിട്ടും യുവജനങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട ഒന്നാമത്തെ വ്യത്യാസം. സാഹചര്യം എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ എന്റെ മധ്യത്തിൽ നിന്നോട് പ്രസംഗിക്കുക എളുപ്പമാണ്. റീസെന്റ്ലിയാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്, സ്വവർഗരതിയെ അവർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ലിവിങ് ടുഗദറിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പെൺകുട്ടികൾ അനേകർ പുറത്ത് വരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പണ്ട് നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല. ഞങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതിനെ സമൂഹം അംഗീകരിക്കുന്നു. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദേശമായിട്ട് ഇപ്പം കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ വർദ്ധിച്ചു വന്ന ഒരു ദേശമാണ് അപ്പുറത്ത് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ഇതിന് വിരോധമായിട്ട് സംസാരിച്ച് തൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ദൈവവചനത്തെ അടിസ്ഥാനമാക്കി പ്രസംഗിച്ച് ഒരു കൂട്ടം യുവജനത്തെ, ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ വലിയൊരു കൂട്ടം യുവജനത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് മടക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് നല്ലൊരു അധ്വാനം തന്നെയാണ്, അല്ലെങ്കിൽ അത് തികച്ചും ഒരു പോരാട്ടം തന്നെയാണ്. അവിടെയാണ് കേരളത്തിലെ പെന്തക്കോസ്തും ചാർലിയും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചാർലി പ്രസംഗിക്കും തോറും ദൈവവചനത്തിലേക്ക് ജനത്തെ ആകർഷിച്ചു, അല്ലെങ്കിൽ ഒരു കൂട്ടം യുവജനത്തെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ നമ്മൾ എത്ര പ്രസംഗിച്ചിട്ടും എത്ര ആഴങ്ങളും ഉയരങ്ങളും പ്രസംഗിച്ചിട്ടും യുവജനങ്ങൾ നമ്മെ വിട്ട് അകന്നു പോകുന്നതാണ് കാണുന്നത്. അതിന്റെ വ്യത്യാസം എന്തെന്നുള്ളതാണ് ഞങ്ങളെ ചിന്തിപ്പിച്ചത്. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പാരമ്പര്യം സൂക്ഷിച്ച് നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. നമുക്കൊരു ലക്ഷ്യമില്ല. ഇന്ന് എഴുന്നേറ്റ് ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി പോരാടണം എന്നുള്ള ഒരു ലക്ഷ്യമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകുകയാണ്. ലൈക്ക് VBS നമ്മൾ നടത്തുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൂത്ത് മീറ്റിംഗ് നമ്മൾ നടത്തുന്നു അതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ക്രൂസൈഡുകൾ നടത്തുന്നു. ഇതെല്ലാം തലമുറകളെ ഉദ്ദേശിച്ചാണ് നടത്തുന്നത്. ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ കണ്ടുവളർന്നാണ്. ഇന്നും അതിന് യാതൊരു വ്യത്യാസമില്ല. അതങ്ങനെ ചെയ്തു പോകുന്നു. വേണ്ടിയവർ അതിനകത്ത് വരുന്നു, പങ്കെടുക്കുന്നു. അല്ലെങ്കിൽ യുവജനത്തിന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ എന്താണ്? പണ്ടത്തെ കാലമല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ യുവജനങ്ങൾ പറയുമ്പോൾ അവരുടെ മുമ്പിൽ അനേകം വഴികളാണ്. എന്ന് പറഞ്ഞാൽ പ്രീ മാരിറ്റൽ സെക്സിനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം സംശയമായി അവരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പെന്തക്കോസ്തിലെ കുട്ടി ചോദിച്ചതാണ്, ഞങ്ങളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പാസ്റ്റർമാർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സംശയങ്ങളെ തീർത്തു തരാൻ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു കൗൺസിലർ ഇല്ല. നമ്മൾ നിശ്ചയമായിട്ടും സൺഡേ തുടങ്ങി അടുത്ത സൺഡേ വരെ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. പക്ഷേ ഇതൊന്നും തലമുറകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, അല്ലെങ്കിൽ തലമുറകളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പഴയ ആൾക്കാർ കുറച്ച് വരുന്നു, അവരിരിക്കുന്നു, അവരോട് ദൈവവചനം എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. ദാവീദ് തുടങ്ങി ഇനി വെളിപ്പാട് വരെ സകലതും പ്രസംഗിച്ചു കൂട്ടുന്നെങ്കിലും ജനം വരുന്നത് പോലെ തന്നെ മടങ്ങിപ്പോകുന്നു. അവരിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത തലമുറയെ ആര് വാർത്തെടുക്കും, അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്, അവരെ വാവൊളിച്ച് രണ്ട് വാക്ക് പറയാൻ പഠിപ്പിക്കേണ്ടതാരാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പ്രീ ഡിഗ്രിയും കോളേജും എല്ലാം കഴിഞ്ഞ് വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ.
അറിഞ്ഞുകൂടാ. ചുരുക്കി പറഞ്ഞാൽ യുവജനത്തെ വളർത്തിയെടുക്കാൻ അവർക്കൊരു സ്റ്റേജ് ഇല്ലാത്ത ഒരു അനുഭവമായിട്ട് മാറിപ്പോവുകയും യുവജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊപ്പം വസിച്ച് അവരെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം നേതാക്കളെയാണ് ഇന്ന് യുവജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ അവരുടെ ഉള്ളിൽ തന്നെ വെച്ച് അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ ആ കുടുംബത്തെ ഭരിക്കുവാൻ അറിയാതെ, ആ കുടുംബത്തെ സ്നേഹിക്കുവാൻ അറിയാതെ, സ്വന്തം ഫ്രസ്ട്രേഷനിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അതിനെ വല്ലാതെ വികലമാക്കി കളയുന്ന ഒരു കൂട്ടം യുവജനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുകയില്ല. ശാരദയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് യുവജനം മാത്രമായിരുന്നു. അതുകൊണ്ട് യുവജനത്തെ ലക്ഷ്യമാക്കി പ്രസംഗിച്ചു, യുവജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസംഗിച്ചു, യുവജനത്തെ കൂട്ടിയിരുത്തി പ്രസംഗിച്ചു. അങ്ങനെ ഇന്ന് യുവജനത്തെ നേടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്കും ചെയ്യുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയും. നാളെ അവർ ഉണർവിനെ ചുമക്കുന്ന നേതാക്കന്മാരെ പുറത്തു വരുമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു.